الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم സ്നേഹാദരണീയരായ വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ടുകൊണ്ട് അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചുകൊണ്ട് അവന്റെ മുൻപിൽ ഒരു വിചാരണ അതിനുവേണ്ടി നമ്മളെല്ലാവരും ഹാജരാക്കപ്പെടുമെന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തെ നയിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയും അല്ലാഹുവെ ഭയപ്പെട്ട് ജീവിക്കുവാൻ അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവും. ആ പറയിലിരിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് കയറിയിരിക്കുക, ആ മൂലയിലിരിക്കുന്ന ആളുകൾ മൊബൈൽ ഫോണൊക്കെ അടച്ചു വെക്കുക. ജുമുഅ ഖുതുബ തുടങ്ങിയിട്ടുണ്ട്. ആ മൂലയിൽ ചാരിയിരിക്കുന്ന കുട്ടികൾ ഇങ്ങോട്ട് കയറിയിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ഒരു മലമുകളിലേക്ക് കയറി നിന്ന് മക്കയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറയുകയുണ്ടായി, വല്ലാഹി ഇന്നക ലഖൈറു അർദില്ലാ, അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ ഭൂമികളിൽ ഏറ്റവും ഉത്തമമായ ഭൂമി അല്ലയോ മക്കയെ നീയാണ്. വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമികളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമി, ഉത്തമമായ ഭൂമി നീയാണ്, റബ്ബിന് ഇഷ്ടമുള്ള ഭൂമിയും നീയാകുന്നു. വലൗല അന്നി അഖ്റജതു മിൻകി മാ ഖറജതു, നിന്നിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറത്ത് പോകില്ലായിരുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം തിർമിദിയെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാ അത്യബകി മിൻ ബലദ്, ബലദുകളിൽ നാടുകളിൽ ഏറ്റവും കൺകുളിർമയുള്ള രാജ്യമാണ് നീ. വഅഹബ്ബകി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമിയാണ് അല്ലയോ മക്ക നീ. വലൗല അന്ന ഖൗമി അഖ്റജൂനി മിൻകി, നിന്നിൽ നിന്ന് നിന്റെ ജനത എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ മാ സകൻതു ഗൈറക്, നീയല്ലാത്ത മറ്റൊരു ഭൂമിയിൽ
ഞാൻ താമസിക്കുമായിരുന്നില്ല എന്ന്. ഹജ്ജിന്റെ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സഹോദരന്മാർ ഹജ്ജിനു വേണ്ടി മക്ക രാജ്യത്തെ ലക്ഷ്യമാക്കി പോകുമ്പോൾ ആ രാജ്യത്തിന്റെ പവിത്രത, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം, ഇസ്ലാമിൽ ആ മണ്ണിനുള്ള സ്ഥാനം അത് ഉൾക്കൊണ്ട് അള്ളാഹുവിനും അവന്റെ പ്രവാചകനും ഇഷ്ടമുള്ള കാര്യത്തോട് ഇഷ്ടമുള്ളവനായിരിക്കണം വിശ്വാസം. അള്ളാഹുവും അവന്റെ പ്രവാചകനും വെറുക്കുന്നതിനോട് വെറുപ്പുള്ളവനായിരിക്കണം യഥാർത്ഥ വിശ്വാസം. ആ ഒരു ഇഷ്ടം അത് മനസ്സിനകത്തേക്ക് മക്ക രാജ്യത്തോട് കടന്നു വരണമെങ്കിൽ അതിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച്, അതിന്റെ മഹത്വങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകന്റെ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്ന മക്കയുടെ മസ്ജിദുൽ ഹറമിന്റെ ഹറം ഭൂപ്രദേശത്തിന്റെ പവിത്രതകളെ സംബന്ധിച്ചുള്ള പരാമർശിതമായ ആയത്തുകളിലൂടെ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. സൃഷ്ടിപ്പ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ്, അത് പൂർത്തിയാക്കിയ നാൾ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി തിന്മകൾ ചെയ്യുവാൻ വിരോധിക്കപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട ഭൂപ്രദേശമാണ് മക്ക രാജ്യം, പരിശുദ്ധമായ ഹറം എന്ന് പറയുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിന്റെ 91-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ. ഇന്നമാ ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമാകുന്നു, അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ, ഈ ബൽദത്തിന്റെ, ഈ നാടിന്റെ റബ്ബായിട്ടുള്ള അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലദീ ഹറമഹ, അതിനെ അവൻ പവിത്രമാക്കിയിരിക്കുന്നു. വലഹു കുല്ല ശൈ, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനുള്ളതാണ്. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, മുസ്ലിമാകാൻ, കീഴൊതുങ്ങാൻ, അനുസരിക്കപ്പെടാൻ, സമർപ്പിക്കപ്പെടാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരസ്കരിച്ചൊരു കാലഘട്ടമുണ്ട്. ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പ്രവാചകൻ. പിന്നീട് ആ രാജ്യത്തെ കീഴൊതുക്കപ്പെട്ടു. ഹിജ്റയുടെ 8-ാമത്തെ വർഷം, 8 കൊല്ലം പൂർത്തിയായപ്പോൾ മദീനയിലേക്ക് പോയി. 8-ാമത്തെ കൊല്ലം. ആ സന്ദർഭത്തിൽ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഫത്ഹി മക്ക, മക്കയുടെ വിജയത്തിന്റെ നാളിൽ പ്രവാചകൻ പറഞ്ഞു, ലാ ഹിജ്റ, ഇനി ഹിജ്റയില്ല. വിജയിച്ചടക്കിയ ഒരു ഭൂമിയിൽ നിന്ന് പിന്നീട് ഒരു ഹിജ്റ ഉണ്ടാകാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ മണ്ണാകുന്നു. ഒരു പ്രദേശത്ത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ആ നാട് വിട്ട് ഹിജ്റ പോകാവുന്നതാണ്. മക്കയിൽ നിന്ന് ഇനി ആരും മദീനയിലേക്ക് ഹിജ്റ വരാൻ പാടുള്ളതല്ല. വലാകിൻ ജിഹാദും വനിയ്യ, നിയ്യത്തുണ്ടാവണം, ജിഹാദ് ഉണ്ടായിരിക്കണം, ഹിജ്റ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇന്ന ഹാദൽ ബലദ്, ഈ രാജ്യം എന്ന് പറയുന്നത് ഹറമഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കിയതാണ്, പവിത്രമാക്കിയതാണ്. എല്ലാവിധ മാലിന്യങ്ങളും ഹറാമാക്കപ്പെട്ടതാണ്. യൗമ ഖലഖല്ലാഹു സ്സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ തൊട്ട്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച നാളു മുതൽ പവിത്രമാണ് മക്ക രാജ്യം എന്ന് പറയുന്നത്. ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹ്, അല്ലാഹു പവിത്രത നൽകിയത് മുഖേന ആ രാജ്യം അത് പവിത്രതയുള്ളതാകുന്നു. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ സംഭവിക്കുന്നത് വരേക്ക്. ഫഇന്നഹു ലം യഹില്ലുൽ ഖിതാലു ഫീഹി ലിഅഹദിൻ ഖബ്ലി, എനിക്ക് മുൻപ് ഇവിടെ ഒരാളും കൊല്ലപ്പെടുവാൻ പാടുള്ളതല്ല, ശേഷവും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കുറച്ചു സമയം, ലം യഹില്ലു ലീ ഇല്ല സഅതൻ മിൻ നഹാർ, പകലിലെ കുറച്ച് സമയം മാത്രമേ അവിടെ ഒരു കലാപത്തിന്, ഒരു ആയുധമെടുക്കാൻ എനിക്ക് അനുവാദം നൽകിയിട്ടു. മക്ക ഫതഹാകാൻ വേണ്ടി വരിക 10,000-ഓളം വരുന്ന സൈനിക സംഘവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ആയുധം എടുക്കരുത് എന്ന് റസൂലുള്ളാഹിയുടെ ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ആരെങ്കിലും ഇങ്ങോട്ട് അക്രമത്തിന് വന്നാൽ അവരുമായി ആ ആളുകളെ മാത്രം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു പകലിലെ അല്പസമയത്ത് അനുവാദമല്ലാതെ എനിക്കും ഇവിടെ ആയുധമെടുക്കുവാനുള്ള അവകാശമില്ല. ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ ലാ യുഅലദു ശൗഖു വലാ യുനഫറു സൈദു വലാ യൽതഖിതു ലുഖതതഹു ഇല്ലാ മൻ അറഫഹാ, ഇവിടെയുള്ള ഒരു ചെടിയുടെ കമ്പ്, ശിഖരം അത് മുറിക്കുവാൻ പാടുള്ളതല്ല.
അവിടെയുള്ള മലമ്പ്രദേശങ്ങളിൽ കാണുന്ന ഉരുക്കളെ വേട്ടയാടപ്പെടാതെ അവയെ സ്വതന്ത്രമാക്കി വിടേണ്ടതുണ്ട്. ആ മക്ക രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ പവിത്രതകൾ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞുകൊണ്ട് തന്റെ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫളായിലുകളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി പ്രത്യേകതകൾ മക്ക രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി പരാമർശിച്ച ഭൂപ്രദേശമാണ് മക്ക. സത്യം ചെയ്യൽ ഒരാൾ അനിവാര്യമാണെങ്കിൽ വല്ലാഹി വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയാൻ പാടുള്ളതല്ല. അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ സത്യം ചെയ്തു പറയാവുന്നതാണ്. ഒരു സൃഷ്ടി സത്യം ചെയ്യുന്നുവെങ്കിൽ വല്ലാഹി അല്ലാഹുവെ തന്നെ സത്യം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അൽ കഅബ, ഖുർആനാണ് സത്യം, കഅബയാണ് സത്യം, എൻ്റെ ഉമ്മയാണ് സത്യം, വാപ്പയാണ് സത്യം. അങ്ങനെ ഒരു സൃഷ്ടിയെ തൊട്ടുകൊണ്ട് ഒരു സൃഷ്ടിക്ക് സത്യം ചെയ്യാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടികളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് സത്യം പറയുക എന്നത് റബ്ബിന്റെ ഒരു ശൈലിയിൽപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ ഒരു സമയത്ത് സംബന്ധിച്ച് ഒരു സത്യം ചെയ്യൽ ഖുർആനിലുണ്ടെങ്കിൽ വശംസി, സൂര്യൻ തന്നെയാണ് സത്യം, വൽ ഖമർ വല്ലുഹാ വല്ലൈൽ, ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ആ പരാമർശിതമായ വിഷയം പ്രത്യേകമായി പരിഗണിക്കപ്പെടേണ്ടതും പഠനവിധേയമാക്കപ്പെടേണ്ടതും അതിന്റെ സവിശേഷത അറിയേണ്ടതുമാണ് എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പല നാമങ്ങളിൽ ഒരു നാമമാണ് മക്ക രാജ്യത്തിന്റെ പേരെന്ന് പറയുന്നത്. ശുദ്ധ ഖുർആൻ 95-ാം അധ്യായം സൂറത്തുൽ തീനിന്റെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, വതീൻ വസൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. വതീൻ വസൈതൂൻ, അത്തി തന്നെയാണ് സത്യം, അത്തിപ്പഴം തന്നെയാണ് സത്യം. എന്താ അത്തിപ്പഴത്തിന്റെ പ്രത്യേകത? അത് വേറെ പഠിക്കണം, സയൻസ് പഠിക്കണം. അത്തിപ്പഴത്തിനുള്ള മറ്റു പഴങ്ങളിൽ നിന്ന് അതിനെ മാത്രം എടുത്തു സത്യം പറയാനുള്ള കാരണം എന്ത് എന്ന് പഠനവിധേയമാക്കുക എന്നത് വിശ്വാസികളുടെ മേൽ ബാധ്യതയാക്കപ്പെട്ടതാണ്. വസ്സൈതൂൻ, ഒലീവ് തന്നെയാണ് സത്യം. വതൂരി സീനീൻ, സീന പർവ്വതം തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വത്തിന്റെ ഈ രാജ്യം തന്നെയാകുന്നു സത്യം. മക്കയെ തൊട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തീനിന്റെ 3-ാമത്തെ വചനത്തിലൂടെ സത്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. മാത്രമല്ല 90-ാം അധ്യായം സൂറത്ത് ബലദിന്റെ ആദ്യ 2 വചനങ്ങളിൽ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. വഅൻത ഹില്ലുൻ ബിഹാദൽ ബലദ്, ഈ രാജ്യത്ത് താങ്കൾ അനുവദനീയമാണ്. മക്കക്കാര് ആ രാജ്യം അനുവദിച്ചു കൊടുക്കാത്തൊരു സമയമുണ്ടായി. മക്ക രാജ്യത്ത് ജീവിക്കാൻ വിശ്വാസ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഘട്ടം, അവിടെയാണ് അല്ലാഹ് ആയത്തിറക്കുന്നത്, ഈ രാജ്യം താങ്കൾക്ക് അനുവദനീയമാകുന്നു, ഈ രാജ്യം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്യാൻ പ്രത്യേകമായി ഉപയോഗിച്ച പദമാകുന്നു മക്കയെ സംബന്ധിച്ച്. 2, അള്ളാഹുവിന്റെ ഭൂമികളിൽ ഏറ്റവും ഉത്തമമായ ഭൂമി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമി, പ്രവാചകന് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമി. ഞാൻ തൊട്ട് മുൻപ് കേൾപ്പിച്ച ഹദീസിലെ പരാമർശങ്ങൾ വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാ വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ് എന്ന പ്രയോഗം ആ രാജ്യത്തിന്റെ പവിത്രതയെയും പ്രത്യേകതയെയും സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. 5-ാമതായി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് വിധേയമായ രാജ്യമാണ് മക്ക. വിശുദ്ധ ഖുർആനിൽ 2 ഇടങ്ങളിലൂടെ സൂറത്ത് ബഖറയുടെ 126-ാമത്തെ വചനത്തിലും അതുപോലെ തന്നെ സൂറത്ത് ഇബ്രാഹീമിന്റെ 35 മുതൽ താഴേക്കുള്ള 3-4 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എടുത്തു പറയുന്നു, വൈദ ഖാല ഇബ്രാഹിം നബിയോട് അല്ലാഹു കഅബ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. എന്നിട്ട് മക്കളെ, ഭാര്യ, പിന്നെ കുടുംബത്തെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി തിരിച്ചു പോവുക. ആ സമയത്ത് അദ്ദേഹം നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ എന്റെ റബ്ബേ ഈ രാജ്യത്തെ നീ ആമിനൻ, നിർഭയത്വമുള്ള, ഒരു ഭയപ്പാടുമില്ലാതെ ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കുന്ന, വ്യക്തി സ്വാതന്ത്ര്യവും കുടുംബ സ്വാതന്ത്ര്യവും സാമൂഹികമായ സാമ്പത്തികമായ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ആരെയും ഭയപ്പെടാതെ രാവും പകലും ജീവിക്കാനുള്ള ഒരു നിർഭയത്വത്തിന്റെ മണ്ണാക്കി ഈ രാജ്യത്തെ നീ മാറ്റേണമേ എന്ന് ഇന്ന് ആ രാജ്യത്ത് നമ്മൾ പ്രകടമാകുന്ന നിർഭയത്വത്തിന്റെ സമാധാനത്തിന്റെ അവസ്ഥ, അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 6-ാമതായി അന്ത്യനാളിന്റെ അടയാളമായി ഒരു വലിയ ഫിത്തന വരാൻ, അത് ദജ്ജാലിന്റെ ഫിത്തനയാണ്. ആദമിന്റെ മക്കൾ നേരിടേണ്ടി വരുന്ന ഫിത്തനകളിലെ ഏറ്റവും വലിയ ഫിത്തന
അത് ദജ്ജാലിന്റെ ഫിത്നയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദജ്ജാൽ 40 നാളുകൾ കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും. അതിൽ ഒന്നാമത്തെ ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യമുണ്ടായിരിക്കും, രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യവും, മൂന്നാമത്തെ ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യവും, ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്നത് പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ 40 ദിവസം കൊണ്ട് ഭൂമി മുഴുവൻ ദജ്ജാൽ അതിവേഗതയിൽ ചുറ്റി സഞ്ചരിക്കും. അവന്റെ പിറകെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാരിൽപ്പെട്ട മജൂസികളായിട്ടുള്ള ആളുകളൊക്കെ അവന്റെ പിറകെ കൂടുമെന്ന്. അവന് എൻട്രി ഇല്ലാത്ത, അവന് പ്രവേശനം ലഭ്യമല്ലാത്ത 2 ഭൂപ്രദേശങ്ങൾ മാത്രമാണ് ഭൂമിയിലുള്ളത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉഹു ദജ്ജാൽ ഇല്ലാ മക്ക വമദീന. മക്കയും മദീനയും ഒഴിച്ച് ഭൂമിയിലെ മുഴുവൻ ഗ്രാമങ്ങളിലൂടെയും ദജ്ജാലിന്റെ സഞ്ചാരം ഉണ്ടായിരിക്കും. ലൈസ ലഹു മിൻ ഖാബിഹാ നഖബൻ ഇല്ലാ അലൈഹിൽ മലായികതു സാഫീന യഹ്റുസൂനഹാ. ആ 2 പട്ടണങ്ങളിലേക്കും അവൻ പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ ഓരോ മലയിടുക്കുകളിലും ആയുധധാരികളായ മലക്കുകൾ അതിന് പ്രതിരോധം തീർത്തുകൊണ്ട് അവിടെ ഉണ്ടായിരിക്കുമെന്ന്. ദജ്ജാലിന്റെ എല്ലാ ചുറ്റലും കഴിഞ്ഞ് അവൻ അവസാനം മദീനയിൽ ഉഹദിന്റെ പുറം ഭാഗത്ത് വന്നിറങ്ങുമെന്ന് ഹദീസിൽ കാണാം. അവിടെ വെച്ചുകൊണ്ട് മലക്കുകളുടെ പ്രതിരോധത്തെ ഭേദിച്ചുകൊണ്ട് മദീനയിലേക്ക് കടക്കാൻ കഴിയാതെ ഷാമിന്റെ ഭാഗത്തേക്ക്, ഇന്നത്തെ സിറിയയുടെ ഫലസ്തീനിന്റെ ഭാഗത്തേക്ക് ദജ്ജാലിനെ ആട്ടിയോടിക്കും. അവൻ അവിടെ എത്തും, അവിടെയായിരിക്കും അതിന്റെ തുടർച്ച, ദജ്ജാലിന്റെ വരവിന്റെ തുടർച്ചയായിക്കൊണ്ടുള്ള ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനം ഉണ്ടാവുക. ഈസാ നബിയും കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും ചേർന്നുകൊണ്ട് ദജ്ജാലിനെ ആക്രമിക്കുകയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ വധിച്ചു കളയുമെന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ അന്ത്യനാളിന്റെ അടയാളങ്ങളുടെ തുടർച്ച പഠിപ്പിക്കുന്നിടത്ത് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദജ്ജാലിന് പ്രവേശനമില്ലാതെ പ്രത്യേകമായി പവിത്രമാക്കപ്പെട്ട അവിടെ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പരീക്ഷണം നേരിടേണ്ടി വരാത്ത വിധം റബ്ബ് ആ രാജ്യത്തെ സംരക്ഷിക്കുമെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, ബദഅൽ ഇസ്ലാമു ഗരീബ സയഊദു കമാ ബദഅ ഗരീബ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം കടന്നു വന്നത് അത് അപരിചിതത്വത്തോടു കൂടിയാണ്. റസൂലുള്ളാഹിയെ നിയോഗിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തിയപ്പോ മക്കക്കാര് ചോദിച്ചത്, ഇതെന്തു മതാണ്? ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങളെ വാപ്പാരിങ്ങനല്ലല്ലോ. അവര് കഅബാലയത്തിന്റെ ഉള്ളിൽ വെച്ച് ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തിനെ പൂജിക്കുന്ന ആളുകൾ. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തിന്റെ മുൻപിൽ പറയുന്ന ആളുകളായിരുന്നു. ഇത് നിങ്ങൾ വിഗ്രഹാരാധന നടത്തരുത്, എല്ലാ ദൈവങ്ങളും നിങ്ങൾ വിളിച്ചാരാധിക്കുന്ന ദൈവങ്ങൾ യഥാർത്ഥ ദൈവങ്ങളല്ല, ഏകനായ റബ്ബ് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് പഠിപ്പിച്ചപ്പോ അവർക്കതൊരു പുത്തൻ വാദമായിട്ടാണ് തോന്നിയത്. പുതിയ ഒരു വാദമായി അവർക്ക് അനുഭവപ്പെട്ടു. കാരണം അവര് ദീർഘമായ കാലഘട്ടം അവര് വലാലിം മുബീൻ എന്നാണ് സൂറത്തുൽ ജുമുഅയുടെ 2-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞത്. വളരെ വ്യക്തമായ വഴികേടിൽ അവർ ദീർഘകാലം ജീവിച്ചു. അതുകൊണ്ട് ശുദ്ധമായ ഇസ്ലാം കഅബാലയത്തെ ശുദ്ധീകരിച്ച് നിർമ്മിച്ച് പിന്നെ തൗഹീദ് പ്രഖ്യാപിച്ചത് ഇബ്രാഹിം നബിയാണ്. ആ ഇബ്രാഹിം നബിയുടെ വിഗ്രഹമാണ് 3000 വർഷം പിന്നിടുമ്പോഴേക്ക് കഅബാലയത്തിനകത്ത് സ്ഥാപിക്കപ്പെടുന്നത്. അതിന് വിരുദ്ധമായ ഒരു ദീനുമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നത്. അവർക്ക് പുത്തൻവാദമായിട്ട് അനുഭവപ്പെട്ടു. അതാണ് റസൂലുള്ള പറയുന്നത്, ബദഅൽ ഇസ്ലാം ഗരീബ. ഇസ്ലാം കടന്നു വന്നത് ഗരീബായി കൊണ്ട, അപരിചിതത്വത്തോട്. സയഊദു കമാ ബദഅ ഗരീബ. അതേപോലെ ഇസ്ലാം വീണ്ടും ഗരീബായി കടന്നു വരുന്ന ഒരു മടക്ക സമയമുണ്ട്. ഇന്ന് റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് അല്ലാഹനല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 99% വരുന്ന മുസ്ലിം ഉമ്മത്ത് തൗഹീദിൽ പഴച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവരവരുടെ പ്രശ്നങ്ങൾ ഖബറുകളുടെ മുൻപിലും അവരവരുടെ രോഗത്തിന്റെ ശിഫയ്ക്ക് വേണ്ടി നൂലുകളിലും മന്ത്രങ്ങളിലും ഉറുക്കുകളിലും മഖാമുകളിലും പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും തങ്ങന്മാരിലും ബീവിമാരിലും ഒക്കെ അർപ്പിച്ചു കഴിഞ്ഞുകൂടുന്ന ആളുകൾ. അവർക്കിത് കേൾക്കുമ്പോൾ പുത്തന്മാരായിട്ട് തോന്നും. റസൂലുള്ളാഹി പറഞ്ഞത് ഇത് അതേപോലെ മടങ്ങി വരും. അത്തരം മടങ്ങി വരുന്ന ഒരു സന്ദർഭത്തിൽ ഖുറബാക്കൾക്ക് മംഗളമെന്ന്. ആരാണോ ഇസ്ലാമിന്റെ ശുദ്ധാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആളുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓരോ പ്രദേശങ്ങളിലും
ഓരോ പ്രദേശങ്ങളിലും സലഫിന്റെ മൻഹജിന്, അഹ്ലുസുന്നയുടെ സുന്നത്തി വൽ ജമാഅത്ത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന അൽ ജമാഅത്ത്, ആ കൊച്ചു സംഘം, ചിലപ്പോ ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അവർക്ക് മംഗളം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഹദീസിന്റെ തുടർച്ചയിൽ കാണാം, വഹുവ യഖ്റുജു ബൈനൽ മസ്ജിദൈൻ കമാ തഖ്റുജുൽ ഹയ്യതു ഫീ ജുഹരിഹാ. ഇസ്ലാം ഇങ്ങനെ ഉൾവലിയുന്ന, ഇസ്ലാമിന്റെ ശുദ്ധാവസ്ഥ ഇങ്ങനെ പിറകിലേക്ക് വലിഞ്ഞ് ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് ചുരുങ്ങുന്നത് പോലെ ഇസ്ലാം ചുരുങ്ങിപ്പോകും. എവിടേക്ക്? ബൈനൽ മസ്ജിദൈൻ, രണ്ട് പള്ളികൾക്കകത്തേക്ക്. ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുന്നത് കാണാം, അത് ഒന്ന് മസ്ജിദുൽ ഹറമാകുന്നു, ഒന്ന് മസ്ജിദുൽ നബവിയാകുന്നു. മസ്ജിദുൽ ഹറമിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്, കാലം മുന്നോട്ട് പോകുമ്പോ ശുദ്ധമായ ഇസ്ലാമിന്റെ പൂർണ്ണത ചുരുക്കപ്പെടുന്ന പ്രദേശമാണ്. മറ്റുള്ളതിന്റെ പുറത്തുള്ളതെല്ലാം വ്യാജമായി മാറുന്ന ഒരു കാലഘട്ടം വരും എന്നുള്ളത്. അതിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു പറയുന്ന മറ്റൊരു പ്രയോഗമാണ്, നിർഭയത്വത്തിന്റെ ഭൂമിയാണ് മക്ക രാജ്യം എന്ന്. സൂറത്ത് ബഖറയുടെ 125-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ. നിർഭയത്വത്തിന്റെ, ജനങ്ങൾക്ക് നിർഭയത്വത്തിനു വേണ്ടി, അവർക്ക് സംഗമിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ഭവനത്തെ അവൻ അങ്ങനെ ഏർപ്പെടുത്തിയിരിക്കുന്നു, അത്തരം ഒരു അവസ്ഥയുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. സൂറത്ത് അൻകബൂത്തിന്റെ 67-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അവലം യറൗ, നിങ്ങൾ കാണുന്നില്ലേ, അവർ കണ്ടറിയുന്നില്ലേ, അന്നാ ജഅൽനാ ഹറമൻ ആമിനാ, അതിനെ, ആ ഹറമിനെ നാം നിർഭയത്വത്തിൻ്റെതാക്കി മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ വിശദീകരിക്കപ്പെടുന്ന സൂറത്ത് ഹജ്ജിൽ 25-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അതിന്റെ പവിത്രത, അത് നിലനിൽക്കുന്നതിന് വേണ്ടി, അത് ആരും ലംഘിക്കാതിരിക്കാൻ, ആ നിർഭയത്വം അവിടുന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അള്ളാഹു പറയുന്നത്, ഇന്നല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന ആളുകൾ, വൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആളുകളെ, ജനങ്ങളെ തടയുന്ന ആളുകൾ. ഏതാണ് മസ്ജിദുൽ ഹറാം? അല്ലദീ ജഅൽനാഹു ലിന്നാസി സവാഅൽ ആകിഫു ഫീഹി വൽ ബാദ്. നാട്ടുകാർക്കും പരദേശിക്കും സ്വദേശിക്കും, നാഹില്ലിൽ ഹറമിന്റെ ഭൂപ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ, പുറത്തു നിന്ന് വരുന്ന ആളുകൾ, ഈ രണ്ട് ആളുകൾക്കും വേണ്ടി നിർഭയത്വത്തിൻ്റെതായി സംവിധാനിക്കപ്പെട്ടിട്ടുള്ള മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയുന്ന ആളുകൾ. അന്യായമായി അവിടെ അധർമ്മം ചെയ്യുവാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അവനെ കടുത്ത വേദനയുള്ള ശിക്ഷ നാം അനുഭവിപ്പിക്കുന്നതാണ്. ഹറം, അതിന്റെ പവിത്രത, അതിന്റെ നിർഭയത്വം, അത് ലംഘിക്കപ്പെടാൻ പാടില്ല. അത് ലംഘിക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ ചരിത്രത്തിൽ 100 കണക്കിന് ഉദാഹരണങ്ങൾ കാണാം. പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അബ്രഹത്തിന്റെ സംഭവം. പൊളിക്കാൻ വേണ്ടി വന്നത്, തടയാൻ വേണ്ടി വന്നത്, താൻ യമനിൽ ഉണ്ടാക്കിയ ഒരു വലിയ കനീസ, ഒരു ചർച്ച്, അവിടേക്ക് മക്കയിലെ കഅബാലയത്തിലേക്ക് ആളുകൾ ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി, തവാഫിന്, ഇഅ്തികാഫിന് വേണ്ടി പോകുന്നത് പോലെ താൻ ഉണ്ടാക്കിയ കനീസയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു. അത് വരാതെയായി. അതുവഴിക്ക് ആളുകൾ ഇങ്ങോട്ട് ഹറമിലേക്ക് യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ ഒന്ന് പൊളിച്ചു കളയാൻ മൂപ്പരങ്ങ് തീരുമാനിച്ചതാണ്. സൂറത്ത് ഫീലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അവൻ കടന്നു വന്ന ആനപ്പട്ടാളത്തെ അല്ലാഹു കേവലം ചെറിയ അബാബീൽ പക്ഷികൾ കൊണ്ട്, കടലമണിയുടെ മാത്രം വലുപ്പമുള്ള ചെറുകല്ലുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൈന്യത്തെ ഒന്നിച്ച് തുരത്തിയോടിച്ചു എന്ന്. വേദനാജനകമായ ശിക്ഷ. എന്നാ പറഞ്ഞത്. മഖൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴുത്തില് മൃഗങ്ങൾക്ക് തിന്നാൻ വേണ്ടി പുല്ലിട്ട് കൊടുത്തു, അത് തീറ്റ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ ചെതറി കിടക്കണ ചെറിയ 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 പീസ്, തീറ്റയുടെ, മൃഗങ്ങളുടെ തീറ്റയുടെ അവശിഷ്ടം, അതുപോലെ ആ സൈന്യത്തെ ആക്കി മാറ്റി.
അബാബീൽ പക്ഷികളുടെ ചുണ്ടുകൾക്കകത്തുണ്ടായിരുന്ന ചെറിയ കല്ലുകൾ ഏതൊക്കെ ശരീരത്തിൽ പതിച്ചുവോ ആ ശരീരത്തിൽ നിന്ന്, എല്ലുകളിൽ നിന്ന് മാംസം ഉതിർന്നു വീഴുന്ന ഒരു അവസ്ഥയുണ്ടായി. അസ്ഥികൾ തിരിച്ചോടുന്ന ഒരു കാഴ്ചയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ 1 വർഷം മുൻപ് മക്ക രാജ്യത്തുണ്ടായത്. ആ ഹറമിന്റെ പവിത്രതയെയും അതിന്റെ നിർഭയത്വത്തെയും അത് ഹനിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും അനുവദിക്കുകയില്ല എന്നുള്ളത് മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കുക. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു, 3 വിഭാഗം ആളുകളോട് അള്ളാഹുവിന്റെ കടുത്ത കോപമാണ്. ഒന്നാമത്തെ വിഭാഗം മുൽഹിദുൻ ഫിൽ ഹറം, ഹറമിനകത്ത് അന്യായം പ്രവർത്തിക്കുന്നവരാണ്. ആ ഹറമിന്റെ സുരക്ഷിതത്വത്തിന്, അതിന്റെ നിർഭയത്വത്തിന്, അതിന്റെ അമ്നിന് ഭംഗം നേരിടാനുള്ള പണി ആരെടുത്തോ അവനോട് റബ്ബിന്റെ ശക്തമായ കോപമുണ്ടായിരിക്കും. ജാഹിലിയത്തിന്റെ നടപടിക്രമങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ, ന്യായമായി രക്തം ചിന്തുന്നതിന്, ഇസ്ലാം രക്തം ചിന്തുന്ന ഒരാളെ കൊല്ലാൻ അനുവാദം കൊടുത്ത 3 മേഖലകളുണ്ട്. നാളെ പോയിട്ട് കൊല്ലാന്നല്ല, അതിന് ഭരണാധികാരിയുടെ അനുവാദം, ഭരണാധികാരിയുടെ നിയന്ത്രണത്തിൽ കൊല്ലാനുള്ള അനുവാദം 3 വിഷയങ്ങൾക്ക്. അതല്ലാതെ അന്യായമായി ആരുടെ രക്തം ചിന്തുന്നുവോ അവനെയും, ജാഹിലിയത്തിന്റെ സംസ്കാരം ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നവനെയും, ഹറമിന്റെ സുരക്ഷിതത്വത്തെ അത് തടസ്സം സൃഷ്ടിക്കുന്നവനെയും റബ്ബിന് ശക്തമായ കോപമാണെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഹ്മല അസ്സിലാഹു ബിമക്ക, മക്കയിലൂടെ ആയുധവുമായി നടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. ആയുധം കൊണ്ട് നടക്കേണ്ട, അതുകൊണ്ട് പ്രയോഗങ്ങൾ നടത്തേണ്ട ഭൂപ്രദേശമല്ല മക്ക എന്നുള്ളത്. വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ നിരവധി സവിശേഷതകൾ പഠിപ്പിക്കപ്പെട്ട മണ്ണാണ്, അല്ലാഹുവിന് ഇഷ്ടമുള്ള മണ്ണാണ്. ആ മണ്ണിനോട് നമുക്ക് ഹബ്ബുണ്ടാവണം. നാം നമസ്കരിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത് എവിടേക്കാണ് ഞാൻ തിരിയുന്നത് എന്ന ചിന്ത നമസ്കാരത്തിന്റെ വേളയിൽ ഉണ്ടായിരിക്കണം. റബ്ബിന്റെ ഇഷ്ടപ്പെട്ട മണ്ണിലേക്ക്, കഅബാലയത്തിലേക്ക്, പരിശുദ്ധ ഹറമിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകമായ ഒരു സാഹചര്യം നമ്മുടെ സഹോദരന്മാർ ഹജ്ജിന്റെ മനാസിക്കുകൾക്ക് വേണ്ടി ഹറമിന്റെ ഭൂപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ഭൂപ്രദേശങ്ങൾ മനസ്സിനകത്തേക്ക് കടന്നു വരികയും അതിന്റെ ചരിത്രങ്ങൾ ഓരോന്നിനും അറഫക്കും മിനക്കും മുസ്ദലിഫക്കും ഒക്കെ ധാരാളം കഥകളും ചരിത്രങ്ങളും പറയുവാനുണ്ട്. ഒന്ന് വായിച്ചറിയാൻ, കേട്ടറിയാൻ, പഠിച്ചറിയാൻ ശ്രമിക്കുകയും മനസ്സിനകത്തൊരു വലിയ ഹുബ്ബ്, ഒരു വലിയ സ്നേഹം, ഒരു മഹബ്ബത്ത് ആ പ്രദേശത്തോട്, ആ മണ്ണിനോട് വെച്ചു പുലർത്തുന്ന നല്ല വിശ്വാസികളായി, യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ മാറാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى. വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ വിളിച്ച പേര് ഖുർആൻ എന്നാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടുന്നതെന്ന്, വായിക്കുന്നൊരു സാധനം. ആ ഖുർആൻ വിളിച്ച മറ്റൊരു പേര് ദിക്ർ എന്നാണ്. ദിക്ർ ഉത്ബോധനമാണ്. ആ ഖുർആൻ വിളിച്ച മറ്റൊരു പേര് ശിഫാ, അത് ശമനമാണ്, മരുന്നാണ്. ആ ഖുർആൻ പ്രയാസം അനുഭവിക്കുന്ന, സമാധാനമില്ലാത്ത മനസ്സുകൾക്ക് അതൊരു ആശ്വാസമാണ്, മരുന്നാണ്. ആ ഖുർആൻ വിളിച്ചത് ഫുർഖാൻ എന്ന്, സത്യവും അസത്യവും വേർതിരിക്കാനുള്ളത്. ഖുർആൻ ഒരുപാട് പേരുകൾ കൊണ്ട് പരിചയപ്പെടും. ആ ഓരോ പേരിനും ഒരാശയമുണ്ട്. അത് സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തെയാണ്. മക്ക രാജ്യത്തിന് ഒരുപാട് പേരുകൾ, ആ ഓരോ പേരുകൾക്കും ഓരോ ആശയങ്ങളുണ്ട്. ആ വ്യത്യസ്തങ്ങളായ ആശയങ്ങളെ സൂചിപ്പിക്കാൻ ഖുർആനും ഹദീസും വ്യത്യസ്ത പേരുകൾ പ്രയോഗിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ പ്രദേശത്തിന്റെ സവിശേഷതയും അതിന്റെ പ്രത്യേകതയുമാണ്. 11ഓളം പേരുകൾ ഖുർആനിൽ പരാമർശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആൻ സൂറത്ത് ഫത്ഹിന്റെ 24-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, വഹുവല്ലദീ കഫ അയ്ദിയഹും അൻകും വഅയ്ദിയകും അൻഹും ബിബത്നി മക്ക, ബിബത്നി മക്ക, മക്കയിൽ വെച്ച്, മക്കയുടെ ഭൂമിയിൽ വെച്ചുകൊണ്ട് ആ രാജ്യത്തൊരു സുരക്ഷിതത്വം അല്ലാഹു ഉണ്ടാക്കി. നിങ്ങളുടെ കൈകളിൽ നിന്ന് അവരും, അവരുടെ കൈകളിൽ നിന്ന് നിങ്ങളും സുരക്ഷിതരായ. മക്ക ഫത്ഹായതോടുകൂടി
മക്കയുടെ അമ്ന് അത് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി ഇവിടെ ഇനി യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതോടുകൂടി അവിടുത്തെ മുശ്രിക്കീങ്ങളും സുരക്ഷിതരായി, അവിടുത്തെ മുസ്ലിങ്ങളും സുരക്ഷിത. അവിടെ അള്ളാഹ് പ്രയോഗിച്ച പ്രയോഗം മക്ക എന്നാണ്. മക്ക എന്ന അറബി പദത്തിന്റെ അർത്ഥം നശിപ്പിച്ചു എന്ന്. തിന്മയെ, ദുഷ്ടതയെ, ഹറാമുകളെ എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന മണ്ണ് എന്ന ആശയത്തിലാണ് അത് പ്രയോഗിച്ചത് എന്ന് ഹദീസുകളിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്ന തഫ്സീറുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇമ്രാനിന്റെ 96-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. അവിടെ അല്ലാഹു പ്രയോഗിച്ചത് ബക്ക എന്നാണ്. ബക്ക എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ളതാവുക എന്ന്, നല്ല തിരക്കുള്ള ഒരു ഭൂപ്രദേശം. ബക്കയാകുന്നു അവ്വല ബൈതിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം. അത് ലല്ലദീ ബിബക്ക, അത് ബക്കത്തൻ മുബാറക്കൻ, അനുഗ്രഹീതമായ ബക്ക എന്ന. മക്കയെന്നും ഖുർആനിലുണ്ട്, ബക്ക എന്ന പ്രയോഗവും ഖുർആനിൽ കാണാൻ സാധിക്കും. ഖുർആൻ സൂറത്ത് ശൂറ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയൻ ലിതുൻദിറ ഉമ്മൽ ഖുറാ. അവിടെ പ്രയോഗിച്ചത് ഉമ്മൽ ഖുറാ. ഖുറാ എന്ന് പറഞ്ഞാൽ നാടുകൾ എന്ന്. ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ്. നാടുകളുടെ മാതാവ് അറബികളുടെ ഒരു പ്രയോഗമാണ്. എല്ലാറ്റിന്റെയും കേന്ദ്രമായി പ്രവർത്തിക്കുന്നതിന് വിശുദ്ധ ഖുർആനിന് സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞു. ഫാത്തിഹയുടെ പേരാണ് ഉമ്മുൽ ഖുർആൻ. ആ അധ്യായത്തിന് മറ്റു അധ്യായങ്ങളുടെ എല്ലാറ്റിന്റെയും ഒരു അവലംബമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനമാണ് ഖുർആനിലെ മറ്റു മുഴുവൻ സൂറത്തുകൾ. ഖുർആനിലെ മുഴുവൻ സൂറത്തുകളും എന്താണോ പരാമർശിക്കുന്നത് അതിന്റെ മുഴുവൻ രത്ന ചുരുക്കം എന്ന അർത്ഥത്തിൽ, കേന്ദ്രബിന്ദു എന്ന അർത്ഥത്തിൽ ഉമ്മ പ്രയോഗിക്കാറുണ്ട്. ഉമ്മൽ ഖുറാ, നാടുകളുടെ മാതാവ് എന്ന ആശയത്തിൽ പരിശുദ്ധ ഖുർആനിൽ മക്കയെ സംബന്ധിച്ച പരാമർശമുണ്ട്. അവിടെ പ്രയോഗിച്ചത് ബലദുൽ അമീൻ എന്ന, മക്ക എന്നല്ല പറഞ്ഞു, ബലദുൽ അമീൻ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്ക രാജ്യത്തെയാകുന്നു. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, അവിടെ പ്രയോഗിച്ച അൽ ബലദ് എന്ന് മാത്രമാണ്. സൂറത്ത് തീനിൽ ബലദുൽ അമീൻ എന്ന് പറഞ്ഞപ്പോ സൂറത്ത് ബലദിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ബലദ് എന്ന പ്രയോഗം മാത്രമാണ് നടത്തിയത്. അൽ ബൽദത്ത് എന്ന പ്രയോഗം ഖുർആനിൽ കാണാൻ സാധിക്കും. ഹറമുൻ ആമിൻ, ഹറമുൻ ആമിൻ, നിർഭയത്വത്തിന്റെ പവിത്രമായ സ്ഥലം എന്ന പ്രയോഗവും ഖുർആനിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ കാണാം, ബിവാദിൻ ഗൈരി ദീ സറഇൻ, റബ്ബേ എന്റെ ദുരിയത്തിനെ ഞാൻ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. എവിടെ? ബിവാദിൻ, താഴ്വരയില. ആ താഴ്വരന്റെ പ്രത്യേകത ഗൈരി ദീ സറഇൻ, കൃഷിയില്ലാത്ത താഴ്വര. കൃഷിയില്ലാത്ത താഴ്വര എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 36-ാമത്തെ ആയത്തിൽ പ്രയോഗം നടത്തിയത് മക്ക രാജ്യത്തെ സംബന്ധിച്ചാകുന്നു. അതുപോലെ തന്നെ മസ്ജിദുൽ ഹറം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിനകത്ത്. അത് കഅബയെ കുറിച്ച് മസ്ജിദുൽ ഹറം എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ കഅബ മാറിയെടുത്ത്, ഖിബില മാറിയെടുത്ത്, ആദ്യത്തെ ഖിബില ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു, പിന്നീട് ഖിബില കഅബയാക്കി മാറ്റി. അല്ലാഹു പറയുന്നത് ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, ഖദ് നറാ, നാം കണ്ടിട്ടുണ്ട്, തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, നിന്റെ വജ്ഹ് ആകാശത്തിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. റസൂലുള്ളാഹി വഹി വരും, അത് നാം അറിയുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഖിബിലൊന്ന് മാറിയിട്ട് ബൈത്തുൽ മുഖദ്ദസ് മാറി കഅബ ആയാൽ നന്നായിരുന്നു, ഒരു വഹി കിട്ടിയാൽ നന്നായിരുന്നു. റസൂലുള്ളാഹിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ വഹീനെ പ്രതീക്ഷിച്ച് മുകളിലേക്ക് നോക്കിയപ്പോൾ അള്ളാഹ് വഹി കൊടുത്താണ്, നിന്റെ മനസ്സിന്റെ ആഗ്രഹപ്രകാരം നീ നിന്റെ മുഖത്തെ കഅബാലയത്തിലേക്ക് നീ തിരിച്ചുകൊള്ളുക, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിച്ചുകൊള്ളുക എന്നാണ് സൂറത്തുൽ ബഖറയുടെ 144-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മസ്ജിദുൽ ഹറം എന്ന് പ്രയോഗിച്ചത് കഅബയെ കുറിച്ചാണ്. അതുപോലെ തന്നെ സൂറത്ത് ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലതദ്ഖുലന്ന മസ്ജിദൽ ഹറാം, നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും എന്നൊരു പ്രയോഗമുണ്ട്. അത് ഹിജ്റ 8 മക്ക ഫതഹായി. അതിന്റെ 2 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി ഉംറക്ക് വന്നിട്ട് തിരിച്ചു പോണ്ടി വന്നു. വഴിയിൽ വെച്ച് ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞിട്ട് ആ പോകുന്ന വഴിക്കാ സൂറത്തുൽ ഫതഹ് ഇറങ്ങുന്നത്. ഒരു 2 കൊല്ലം കഴിഞ്ഞ് വരാനിരിക്കുന്ന സംഭവത്തെ സംബന്ധിച്ചുള്ള പ്രവചനമായിരുന്നു. നിങ്ങൾ മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. അവിടെ മസ്ജിദുൽ ഹറം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് മക്ക രാജ്യത്തെ കുറിച്ചാണ്.
മക്കയെ കുറിച്ച്, മക്ക പട്ടണത്തിന്റെ പുറത്ത് വിശാലമായി കിടക്കുന്ന ഹറമിനെ കുറിച്ച്, മസ്ജിദുൽ ഹറമിനെ കുറിച്ച്, കഅബയെ കുറിച്ച് 4 ആവശ്യത്തിന് മസ്ജിദുൽ ഹറം എന്ന പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഏറെ പവിത്രമുള്ള, ഏറെ ശ്രേഷ്ഠതയുള്ള, ഏറെ മഹത്വമുള്ള, നാം ആദരിക്കപ്പെടേണ്ട, നമ്മുടെ മനസ്സിനകത്ത് ശക്തമായ മഹബത്ത് വെച്ചു പുലർത്തേണ്ട മണ്ണാണ് മക്കയുടെ മസ്ജിദുൽ ഹറമിന്റെ മണ്ണെന്ന് പറയുന്നത്. അത് മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നവനായി വിശ്വാസി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മഹബത്തിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ആ രാജ്യത്തിന്റെ നിർഭയത്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിക്കൊണ്ട്, അവിടെ ആരൊക്കെ അതിന്റെ നിർഭയത്വത്തെയും സമാധാനാവസ്ഥയെയും തകർക്കാൻ ശ്രമിക്കുന്നുവോ അവർക്കെതിരെയുള്ള ഒരു കോപത്തിന്റെ, വെറുപ്പിന്റെ മനസ്സ് വെച്ചു പുലർത്തുന്നവരായിക്കൊണ്ടുള്ള യഥാർത്ഥ വിശ്വാസികളായി എന്താണോ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്, എന്നാണോ അള്ളാഹു ലക്ഷ്യം വെക്കുന്നത്, ആ ലക്ഷ്യം വെക്കുന്നത് സ്വന്തം ദീനായി കൊണ്ടു നടക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ വെച്ച് പുലർത്താനും തദനുസൃതമായി പ്രവർത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സഹോദരന്മാർ, 2-3 കാര്യങ്ങൾ അറിയിക്കാനുള്ളത്. ഒന്ന്, ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബലി പെരുന്നാൾ അടുക്കുന്നു. ഇസ്ലാമിലെ ഏറെ ശ്രേഷ്ഠകരമായ ഒരു ആരാധന കർമ്മമാണ്, ഇബാദത്താണ് ബലികർമ്മം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ആഴ്ചയിൽ അല്പം ചില അതിൻ്റെ ഫിഖ്ഹിയായ മസലകൾക്ക് പിന്നീട് വിശദീകരിക്കാം. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, അതിനുവേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. പള്ളി കമ്മിറ്റിയോടനുബന്ധിച്ചുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ആ പ്രവർത്തനം നിർവഹിക്കാറുണ്ട്. ഒരു 7500 രൂപ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് പരമാവധി 10 ദിവസം, ഒരു അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് 1-2 ഒരു തിങ്കളാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ചയോട് കൂടി തലേ ദിവസം അതിൻ്റെ പണം കൊണ്ട് വന്ന് അറിയാം, നമുക്ക് പോയിട്ട് ഗുരുവിനെ വാങ്ങുക, അത് അറക്കാനുള്ള സംവിധാനം, അതിൻ്റെ വിതരണ ഇതൊക്കെ സാങ്കേതികമായി പ്രയാസമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മറ്റൊരുത്തനെ കമ്മിറ്റി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി സ്ഥാപനം കൊണ്ട് നടക്കാനുള്ളതാണ്. കമ്മിറ്റി നമ്മൾ കൊണ്ട് നടക്കേണ്ടത് നമ്മുടെ പ്രതിനിധികളാണ്. അവർക്കത് ഭാരം ഉണ്ടാക്കരുത്. അത് ഒരാൾ പോലും 7500 റുപ്യ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കാൻ പ്രയാസമുള്ള ആരും ഈ സദസ്സിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേണ്ടത് ഉദ്ദേശശുദ്ധിയാണ്. ഇഖ്ലാസോടുകൂടി ആ ഒരു കർമ്മത്തിൽ പങ്കാളിത്തം വഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സംഘടനാ സംവിധാനത്തിന് കീഴിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടി 5-ലും 6-ലും 7-ലും 8-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി വെക്കേഷൻ കാലയളവിൽ വ്യത്യസ്തങ്ങളായ ക്യാമ്പുകൾ, പഠന ക്യാമ്പുകൾ നടക്കുന്നു. കുട്ടികൾ പൂർണ്ണമായും മൊബൈലിലായി കളിച്ചു നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തലങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ ക്യാമ്പുകൾ പരിസരത്ത് നമ്മുടെ 6 മൈലിൽ വെച്ച് നടക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പുറത്തുണ്ട്. നമ്മുടെ കുട്ടികൾ ഒരു 2 ദിവസമെങ്കിലും 100% മൊബൈൽ ഫോണിൽ നിന്നൊരു വേർപ്പെടുത്തിക്കൊണ്ട് ഒരു ദീനിയായ ചുറ്റുപാടിൽ നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന, എങ്ങനെയാണ് അങ്ങനെ ജീവിക്കുക എന്നൊന്ന് അവരറിയാൻ അത് നമുക്ക് ഏറെ സഹായകരമായി തീരും. ആ ക്യാമ്പിൽ നമ്മുടെയൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്നവരായിക്കൊണ്ട് നമ്മുടെ മക്കളെ അല്ലാഹു മാറ്റിയെടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.